ബിനാലെയുടെ അവസാനവട്ട തയ്യാറെടുപ്പിലാണ് ഫോർട്ട് കൊച്ചിയിലെ പ്രധാന വേദിയായ ആസ്പിൻ വാൾ. പ്രളയവും കടൽക്ഷോഭവും ചുഴിയും നിർമ്മിച്ചുകൊണ്ടാണ് ഡിസപ്ഷൻ എന്ന ഇൻസ്റ്റലേഷനുമായി പ്രശസ്ത കലാകാരൻ അനിൽ കപൂർ ബിനാലയിലെത്തുന്നത്. അസ്പിൻ വാളിന് പുറമെ മറ്റ് 7 വേദികളിലും ബിനാലെ നടക്കും. ഒരു സൈഡ് പ്ലാനറ്റിൻ്റെ ഒരു സൈഡ് മറ്റേ സൈഡിനെ കണ്ടുമുട്ടുന്നൊരു സമയമായിരുന്നു ഈ 15th സെഞ്ച്വറി. അവിടുന്ന് തുടങ്ങിയൊരു പ്രോജക്റ്റാണിത്. പക്ഷെ ആ ഒരു റിക്കലക്ഷൻ്റെ ത്രൂ നമ്മുടെ ഇന്നത്തെ വേൾഡിനെ കാണാനൊരു ശ്രമം എന്ന് പറയാം ഈ ഒരു എക്സിബിഷന്. കൊച്ചിയിലെ ആദ്യ ബിനാലേക്ക് എത്തിയവരുടെ എണ്ണം 4 ലക്ഷം ആയിരുന്നെങ്കിൽ ഇത്തവണ 10 ലക്ഷം കവിയുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. കലാരംഗത്തുണ്ടായ മാറ്റങ്ങളുടെ നേർക്കാഴ്ചയാണ് 108 ദിവസങ്ങളിൽ നമുക്കിവിടെ കാണാനാവുക. 30 രാജ്യങ്ങളിൽ നിന്നുള്ള 94 കലാകാരന്മാരുടെ സൃഷ്ടികളാണ് ഇവിടെ കാഴ്ചക്കാരെ കാത്തിരിക്കുന്നത്. We are making a prototype of the wall roof for Mutsiris excavation. We will try to use the material that is sustainable green material, right? And in future it is good for all of us to have this kind of structures. ചരിത്രം, ഭൂമിശാസ്ത്രം, സമയം, മിത്ത് എന്നിവയിൽ നിന്നുള്ള ആവിഷ്കാരങ്ങളാണ് ഇത്തവണത്തെ പ്രധാന പ്രമേയം. ആശയങ്ങളുടെ വിപുലമായ കൈമാറ്റത്തിലൂടെ കൊച്ചി മുസിരിസ് ബിനാലെ ലോകചരിത്രത്തിൽ സുപ്രധാന ഇടം നേടിയെടുത്തു എന്നാണ് സംഘാടകരുടെ നിഗമനം. ഇത് കൊച്ചിക്കാർ മാത്രമല്ല, ലോകം മുഴുവൻ സംസാരിക്കപ്പെടുന്ന ഒരു ബിനാലെയാണ്. ആദ്യ ബിനാലെ തന്നെ ലോകം മുഴുവൻ അറിയപ്പെടുകയും ലോകത്തിൽ നിന്നുള്ള വിവിധ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ നമ്മുടെ ബിനാലെ കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. മുതിർന്നവർക്ക് 100 രൂപയും വിദ്യാർത്ഥികൾക്ക് 50 രൂപയുമാണ് പ്രവേശന ഫീസ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ പ്രവേശനം. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി ഫോർട്ട് കൊച്ചിയിൽ നിന്നും ജോസഫ് മാർട്ടിൻ.